ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ വളരെ ഹേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ കാണിക്കുന്നതെല്ലാം ജെന്യുവൻ ആയിട്ടുള്ളൊരു ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഭയങ്കര ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെ ഭയങ്കര ഇപ്പോൾ അയാളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കും, എടുക്കും. ഒരു അണ്ടർസ്റ്റാൻഡിങ് നേച്ചറാണ് നിങ്ങളുടെ. ഇതൊക്കെ അയാളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജീസൊക്കെ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി നിങ്ങളിലോട്ട് ഒരു മാഗ്നറ്റ് പോലെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ എത്രയൊക്കെ മാറിപ്പോയാലും ഉള്ളിൽ എപ്പോഴും ഈ ഒരു നിങ്ങളെ പറ്റിയുള്ളൊരു ഫീലിങ്സും ഒക്കെ ഉണ്ടാകാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾ അത്രയ്ക്ക് ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ആഴത്തിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് അപ്പോൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ലസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്രഷോ അല്ല. അവർക്ക് അവരുടെ ഹാർട്ട്, അതായത് അവരുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു ഇഷ്ടം ആണിത്. പിന്നെ ഭയം കൊണ്ടൊക്കെയാണ് ആ ഒരു പേഴ്സൺ അകന്ന് നിൽക്കുകയും മാറുകയൊക്കെ ചെയ്യുന്നത്. തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട്, ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിലും വിളിക്കുകയാണെങ്കിലും എന്നയാൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് പ്രതികരിക്കണമെന്നില്ല. ചിലപ്പോൾ മെസ്സേജസൊക്കെ ഓപ്പൺ ആക്കാൻ തന്നെ ഒരുപാട് സമയങ്ങളും മാസങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. തിരിച്ചതുപോലെ തന്നെ കോൾ കിട്ടാനും. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെസ്സേജസിന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് ടൈപ്പ് ചെയ്ത് പിന്നെ അയാൾ അതൊക്കെ മാറ്റി സെൻഡ് ചെയ്യാതിരുന്നിട്ട് മാറ്റുക, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ അയാളുടെ എന്താ പറയുക, അയാളുടെ ഫീലിങ്സും അയാളുടെ ഇമോഷൻസും ഒക്കെ അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തത്ര നെർവസാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഇനിയിപ്പം ഒരു ഭയമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കൂടെ ഞാൻ നശിപ്പിക്കുകയാണോ അങ്ങനത്തെയൊക്കെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അയാൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോയിലാണ് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടല്ല, അവരുടെ ഉള്ളിലുള്ള പേടിയും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ നിങ്ങൾ തെറ്റായിട്ടാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ഭയമൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്, അതായത് മൊത്തത്തിലൊരു പേടിയുടെയൊക്കെ, അതായത് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ എന്തും കണ്ടും ഒരു ആളെ കണ്ട് പേടിക്കുന്ന അതല്ല, ഇമോഷണലി, അതായത് ഉള്ളിലുള്ള ഇൻറ്റേർണൽ വൂൺസ്, ഇന്ന വൂൺസ്, ചൈൽഡ്ഹുഡ് മെമ്മറീസും ചൈൽഡ്ഹുഡ് വൂൺസും ചൈൽഡ്ഹുഡിൽ കിട്ടാത്ത സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഭയമാണ്. അല്ലാത്ത നോർമൽ രീതിയിലുള്ള ഭയമല്ല, ഇങ്ങനത്തെ ഉള്ളൊരു ഭയം ഉള്ളൊരു പേഴ്സണാണ്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാം ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ, ആ ഭയത്തിൽ കൂടെയാണ് എല്ലാം ആ ഒരു പേഴ്സൺ കാണുന്നത്.